കടലിന് നടുവിൽ ഒരു നഗരം, ഒരു തുള്ളി സിമെന്റ് പോലും ഇല്ലാതെ, വണ്ടികളോ റോഡുകളോ ഇല്ലാതെ 1500 വർഷമായി വെള്ളത്തിന് മുകളിൽ തകരാതെ നിൽക്കുന്ന വെനീസ് നഗരം. ചെളിയിൽ പടുത്തുയർത്തിയ ഈ നഗരത്തിന് അടിത്തറയില്ലാതെ നിൽക്കുന്നതിന് പിന്നിൽ ഒരു വിചിത്രമായ മരത്തിന്റെ രഹസ്യമുണ്ട്. വെൽക്കം ടു സീക്കോ ഒഫീഷ്യൽ ഷോ ഡെയിലി പഞ്ച്. വർഷം AD 452. റോമൻ സാമ്രാജ്യം തകർന്നു നിൽക്കുന്ന സമയം. ക്രൂരന്മാരായ ഹൺസ് വടക്കൻ ഇറ്റലി ആക്രമിച്ചു. ജീവനും കൊണ്ടോടിയ ജനങ്ങൾ ഒടുവിൽ അഭയം പ്രാപിച്ചത് കടലിനോട് ചേർന്നുള്ള ഒരു വലിയ ചതുപ്പ് പ്രദേശത്താണ്. എന്നാൽ അവിടുത്തെ മണ്ണ് കളിമണ്ണും ചെളിയും നിറഞ്ഞതായിരുന്നു. ഒരു മനുഷ്യൻ ചവിട്ടിയാൽ പോലും താഴേക്ക് പോകുന്ന ആ ചതുപ്പിൽ അവർ എങ്ങനെ വീട് വയ്ക്കും? ഇതിനായി വെനീഷ്യൻ എഞ്ചിനീയർമാർ ഒരു അസാധ്യ ബുദ്ധി കണ്ടെത്തി. അവർ ക്രൊയേഷ്യയിലെ കാടുകളിൽ നിന്നും ലക്ഷക്കണക്കിന് ഓക്ക്, ലാർജ് മരങ്ങളുടെ തടികൾ വെട്ടിക്കൊണ്ടുവന്നു. ചെളിയിലേക്ക് അടിച്ചു കയറിയ മരം. ഈ മരത്തൂണുകൾ ചതുപ്പ് നിലത്തേക്ക് ഏകദേശം 5 മീറ്റർ ആഴത്തിൽ അടിയിലെ കട്ടിയുള്ള കളിമൺ പാളി തട്ടുന്നത് വരെ അടിച്ചു കയറി. ഈ തൂണുകൾ അത്രയും അടുപ്പിച്ച് നിർത്തിയപ്പോൾ ചുറ്റുമുള്ള ചെളി കംപ്രസ് ചെയ്യപ്പെടുകയും വെള്ളം പുറത്തുപോയി മണ്ണ് പാറ പോലെ ഉറയ്ക്കുകയും ചെയ്തു. എന്തുകൊണ്ട് മരം ചീഞ്ഞുപോയില്ല? ഇതിനു മുകളിൽ അവർ ഇസ്ട്രീൻ കല്ലുകൾ പാകി. അതിനു മുകളിലാണ് കെട്ടിടങ്ങൾ വെച്ചത്. വിചിത്രമായ കാര്യം, ഈ മരത്തൂണുകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലും ചെളിയിലുമാണ് കിടക്കുന്നത്. അവിടെ ഓക്സിജൻ ഒട്ടുമില്ലാത്തതുകൊണ്ട് ബാക്ടീരിയകൾക്കോ പ്രാണികൾക്കോ ഈ മരത്തെ നശിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ മരങ്ങൾ ജീർണിക്കുന്നതിന് പകരം വെള്ളത്തിലെ മിനറലുകൾ വലിച്ചെടുത്ത് കാലക്രമേണ കല്ലുപോലെ കട്ടിയുള്ളതായി മാറി. ഇന്നും വെനീസ് നഗരം നിൽക്കുന്നത് 1500 വർഷം പഴമയുള്ള ഈ മരത്തൂണുകളിലാണ്. തുടക്കത്തിൽ മരം കൊണ്ട് വീടുണ്ടാക്കിയ അവർക്ക് പിന്നീട് വലിയ തീപിടുത്തങ്ങൾ ഉണ്ടായപ്പോൾ അവർ ഇഷ്ടികയിലേക്ക് മാറി. എന്നാൽ അടിയിലെ മണ്ണ് എപ്പോഴും ഇല്ലാതാകുന്നതായതുകൊണ്ട് കെട്ടിടങ്ങൾക്ക് അവർ പ്രത്യേകതരം ആർക്കിടെക്ചർ നൽകി. 3 സ്റ്റോറി റൂൾ. അടിത്തറ താഴേക്ക് പോകാതിരിക്കാൻ കെട്ടിടങ്ങൾ പരമാവധി 3 നിലകളിൽ മാത്രമായി പരിമിതപ്പെടുത്തി. ഫ്ലെക്സിബിൾ മോർട്ടർ. കട്ടിയുള്ള സിമെന്റിന് പകരം അവർ ഫ്ലെക്സിബിളായ കുമ്മായക്കൂട്ടാണ് ചുവരുകൾക്ക് ഉപയോഗിച്ചത്. അടിയിലെ മണ്ണുകൾ ഇളകുമ്പോൾ ചുവരുകൾ പൊട്ടിപ്പോകാതെ ചെറുതായി വളയാൻ ഇത് സഹായിച്ചു. കൂടാതെ ഭാരമേറിയ മുൻഭാഗത്തെ ചുവരുകൾ നദിയിലേക്ക് മറിഞ്ഞു വീഴാതിരിക്കാൻ അയൺ റോഡുകൾ കൊണ്ട് അകത്തെ ഫ്ലോറുമായി അവയെ ലോക്ക് ചെയ്തു വെച്ചു. കടലിന് നടുവിൽ കിടക്കുന്ന വെനീസുകാർക്ക് കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലായിരുന്നു. കാരണം ചുറ്റുമുള്ളത് ഉപ്പുവെള്ളമാണ്. ഇതിനായി അവർ നഗരത്തിലെ വലിയ പൊതു സ്ക്വയർസ് മുഴുവൻ മഴവെള്ള സംഭരണികളാക്കി മാറ്റി. അണ്ടർഗ്രൗണ്ട് ഫിൽറ്റേഴ്സ്. ഈ സ്ക്വയറുകൾക്കടിയിൽ വലിയ കുഴികൾ എടുത്ത് അതിൽ കളിമണ്ണും മണ്ണും കല്ലുകളും നിരത്തി. കെട്ടിടങ്ങളുടെ മുകളിൽ വീഴുന്ന മഴവെള്ളം പൈപ്പുകൾ വഴി ആ മണ്ണിലേക്ക് ഇറങ്ങുകയും അത് ഫിൽട്ടർ ചെയ്ത് ശുദ്ധജലമായി നടുവിലുള്ള കിണറുകളിൽ വന്ന് നിറയുകയും ചെയ്യും. ഇത്തരം 600 കിണറുകളാണ് അവർ ഉണ്ടാക്കിയത്. നഗരത്തിലെ ഓടകളും വേസ്റ്റുകളും വൃത്തിയാക്കാൻ അവർ കടലിലെ വേലിയേറ്റവും വേലിയിറക്കവും ഉപയോഗിച്ചു. ദിവസത്തിൽ 2 തവണ കടൽ വെള്ളം കയറി ഇറങ്ങുമ്പോൾ നഗരത്തിലെ ഭൂഗർഭ ടണലുകൾ വഴി മാലിന്യങ്ങൾ തനിയെ കടലിലേക്ക് ഒഴുകി പോകുന്ന ഒരു നാച്ചുറൽ ഫ്ലഷിംഗ് സിസ്റ്റം അവർ നിർമ്മിച്ചു. ചുരുക്കത്തിൽ പ്രകൃതിയുടെ വെല്ലുവിളികളെ തങ്ങളുടെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യയാക്കി മാറ്റിയ മനുഷ്യന്റെ അതിജീവനത്തിന്റെ കഥയാണ് വെനീസ്. ഇന്ന് നമ്മൾ കാണുന്ന റിയാലിറ്റോ ബ്രിഡ്ജ് ഉൾപ്പെട്ടിട്ടുള്ള അത്ഭുതങ്ങൾ ഈ വിചിത്രമായ ഫൗണ്ടേഷനിലാണ് നിൽക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യകൾ ഒന്നുമില്ലാതിരുന്ന ആ കാലത്ത് കടലിന് നടുവിൽ ഇത്തരം ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം സൃഷ്ടിച്ച പഴയ മനുഷ്യന്റെ ബുദ്ധിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? താഴെ കമന്റ് ചെയ്യൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം മറ്റൊരു ഡെയിലി പഞ്ചുമായി.